ക്രൂഡ് ഓയിൽ കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ എന്ന റിപ്പോർട്ട്. US പ്രതിരോധ മന്ത്രാലയമാണ് ഇറാനെതിരെ രംഗത്തെത്തിയത്. കപ്പലിലുള്ള 21 ഭാരതീയരും സുരക്ഷിതരാണ്. അതേസമയം അമേരിക്കയുടെ ആരോപണം ഇറാൻ തള്ളി. ഗൗതം അനന്തനാരായണനുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ഗൗതം, ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. പോർബന്ദറിന് സമീപമാണ് ഈ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ് എന്നാണ് അമേരിക്ക ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി, ഈ പ്രതിരോധ മന്ത്രാലയം ഈ വിഷയത്തെ തള്ളുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അറബിക്കടലിൽ ഈ പോർബന്ദർ കരയ്ക്ക് 17 മൈൽ ദൂരത്ത് ഇത്തരത്തിലൊരു ആക്രമണം കപ്പലിന് നേരെ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇന്നിപ്പോൾ US-ന്റെ പ്രതിരോധ മന്ത്രാലയം വിശദീകരിക്കുന്നത് ഇറാനും അല്ലെങ്കിൽ ഇറാനെ അനുകൂലിക്കുന്ന ഹൂതി ഭീകരരുമാണ് ഈ ആക്രമണം നടത്തിയെന്നുള്ളതാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലമാണ് ഈ അറബിക്കടലിൽ ക്രൂഡ് ഓയിൽ കപ്പലിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം എന്നാണ് അമേരിക്കയുടെയും ഒപ്പം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും ഒക്കെ വിശകലനം. എന്തായാലും ഈ അമേരിക്കയുടെ ഈ വാദത്തെ തള്ളി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ വളരെ ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ 2 മാസത്തിനിടയിൽ, അതായത് ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 100ഓളം ചരക്ക് കപ്പലുകൾക്ക് നേരെ ഈ ഹൂതി ഭീകരർ, ഇറാന്റെ പിന്തുണയുള്ള ഹൂതി ഭീകരർ ആക്രമണം നടത്തിയെന്ന വസ്തുത കൂടി ഇതോടൊപ്പം ഓർക്കേണ്ടതാണ്. വിഷ്ണു, ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.